സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ റെക്ടാങ്കിളിന്റെ ഏരിയ ചെയ്ത പോലെ തന്നെ ലെങ്തിനെ ബ്രെഡ്ത്ത് വെച്ച് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. പക്ഷേ ഇത് സ്ക്വയർ ആയതുകൊണ്ട് എല്ലാ സൈഡും സെയിം ആയിരിക്കും. ഈ സൈഡ് എ ആണെങ്കിൽ ഈ സൈഡും എ തന്നെ ആയിരിക്കും, ഇതും എ ആയിരിക്കും, ഇതും എ ആയിരിക്കും. അപ്പോൾ സ്ക്വയറിന്റെ ഏരിയ കാണാൻ എ സ്ക്വയർ എന്ന് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഡയഗണലിന്റെ സ്ക്വയർ എടുക്കുക, അതിന്റെ പകുതി എടുക്കുക, ഡി സ്ക്വയർ ബൈ 2 എന്ന് ചെയ്താലും സ്ക്വയറിന്റെ ഏരിയ കിട്ടും. ഇനി സ്ക്വയറിന്റെ പെരിമീറ്റർ കാണാൻ 4a എന്ന് ചെയ്താൽ മതി. സ്ക്വയറിന്റെ ഡയഗണൽ കാണാൻ √2a എന്ന് ചെയ്താൽ മതി. ഇനി സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പ്ലോട്ട് ഉണ്ട്, അതിൻ്റെ അകത്തായിട്ട് ഒരു പാത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പാത്തിന്റെ ഏരിയ കാണാൻ 4d ഇൻറ്റു എക്സ് മൈനസ് ഡി എന്ന് ചെയ്താൽ മതി. ഡി എന്ന് പറയുന്നത് പാത്തിന്റെ ലെങ്തും എക്സ് എന്ന് പറയുന്നത് സ്ക്വയറിന്റെ സൈഡിന്റെ ലെങ്തുമാണ്. ഓക്കെ, ഇനി ഈ പാത്ത് സ്ക്വയർ പ്ലോട്ടിന് പുറത്താണെങ്കിൽ 4d ഇൻറ്റു എക്സ് പ്ലസ് ഡി എന്ന് ചെയ്താൽ ആ പാത്തിന്റെ ഏരിയ കിട്ടും. ഇനി ഈ സ്ക്വയർ ഷേപ്പിലുള്ള ഫീൽഡിന് ക്രോസ് ആയിട്ടാണ് ആ പാത്ത് വരുന്നതെങ്കിൽ പാത്തിന്റെ ഏരിയ കാണാൻ d ഇൻറ്റു 2x മൈനസ് ഡി എന്ന് ചെയ്താൽ മതി. ഇനി ഇൻസർക്കിളിന്റെ റേഡിയസ് കാണാൻ സൈഡിന്റെ പകുതി എടുത്താൽ മതി. സൈഡ് ബൈ 2 ആണ് ഇൻസർക്കിളിന്റെ റേഡിയസ്. സർക്കം സർക്കിളിന്റെ റേഡിയസ് സൈഡ് ബൈ √2 ആയിരിക്കും.